നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത്ര കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ ജില്ലയിലെ ഭാഗിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും. ചെങ്ങന്നൂർ, കുട്ടനാട് എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ സാധാരണ റേഷൻ വിഹിതങ്ങൾ വാങ്ങാമെങ്കിലും ഓണം സ്പെഷ്യൽ ആനുകൂല്യങ്ങളും ഓണക്കിറ്റുമൊക്കെ ഓഗസ്റ്റ് 10 ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് ലഭ്യമാവുകയുള്ളൂ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഓണം വിപണി ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഓരോ കാർഡ് വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. കൂടാതെ പാക്കറ്റിന് 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും ഓഗസ്റ്റ് 10 മുതൽ 16 ഇനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റും ഇവർക്ക് വാങ്ങാൻ സാധിക്കും. പിങ്ക് കാർഡുകാരാണെങ്കിൽ അവർക്ക് അംഗമൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഗോതമ്പിന് പകരമായിട്ട് ആട്ട എടുക്കുകയാണെങ്കിൽ പാക്കറ്റ് ഒന്നിന് 1 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. നീല കാർഡുകാർക്ക് സാധാരണ വിഹിതമായിട്ട് അംഗമൊന്നിന് കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ അരിയും ഇതിന് പുറമെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. വെള്ളക്കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ സ്പെഷ്യൽ ഗോതമ്പുമാണ് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ നീല വെള്ളക്കാർ ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ 10 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും സ്റ്റോക്ക് അനുസരിച്ച് ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും സ്വന്തമാക്കാം. ഇനി ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ ഗോതമ്പും 17 രൂപ നിരക്കിൽ ആട്ടയും ലഭ്യമാണ്. റേഷൻ കടകൾക്ക് പുറമെയായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 20 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും 10 കിലോ സാധാരണ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ്. ഓണം ട്രേഡ് ഫെയറുകളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 8 മുതൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ തന്നെ മെഗാ ഫെയറുകൾ സംഘടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ തുടർന്ന് ഓഗസ്റ്റ് 12 മുതൽ മണ്ഡലാടിസ്ഥാനത്തിലും ഓഗസ്റ്റ് 16 മുതൽ 25 വരെ മറ്റ് 11 ജില്ലകളിലും ഫെയറുകൾ പ്രവർത്തിക്കുന്നതാണ്. വിലക്കയറ്റം തടയുന്നതിനായിട്ട് 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ, സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ, അതുപോലെ ഹോർട്ടികോർപ്പ് വഴിയുള്ള കുറഞ്ഞ വിലയിലെ പച്ചക്കറികളും ഈ മേളയിൽ ലഭ്യമാകുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താനായിട്ട് സാധിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് ബാങ്കുകൾ പിഴയായിട്ട് ഈടാക്കിയത് 7086 കോടി രൂപ എന്ന വൻ തുകയാണ്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം ഇതിൽ ഭൂരിഭാഗവും, അതായത് 4948.71 കോടി രൂപയും ഈടാക്കിയിരിക്കുന്നത് സ്വകാര്യ ബാങ്കുകളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള അനാവശ്യ സാമ്പത്തിക ബാധ്യതകളൊക്കെ തന്നെ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ ആദ്യം തന്നെ തങ്ങളുടെ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന എത്രയാണെന്ന് നെറ്റ് ബാങ്കിങ്ങിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് ചാർജസ് വിഭാഗം വഴി കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. കൂടാതെ കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് നോൺ മെയിൻ്റനൻസ് ചാർജ് അല്ലെങ്കിൽ MAB പെനാൽറ്റി എന്ന പേരിൽ പണം ഈടാക്കിയിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. സ്ഥിരമായിട്ട് മിനിമം ബാലൻസ് സൂക്ഷിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് SBI, മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ RBI അംഗീകൃത സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്നിവയിൽ നിന്നൊക്കെ തന്നെ സീറോ ബാലൻസ് സൗകര്യമുള്ള ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളൊക്കെ തന്നെ ആരംഭിക്കാവുന്നതാണ്. കാരണം ഇത്തരം അക്കൗണ്ടുകൾക്ക് ബാങ്കുകൾ ഒരിക്കലും മിനിമം ബാലൻസ് പിഴ ഈടാക്കുകയില്ല.
ഇതിനോടൊപ്പം തന്നെ നിരവധി ബാങ്കുകൾ ഓഗസ്റ്റ് 1 മുതൽ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റുകളൊക്കെ തന്നെ, അതുപോലെ വാർഷിക മെയിൻ്റനൻസ് ചാർജുകൾ, മറ്റ് സേവന നിരക്കുകൾ എന്നിവയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ തന്നെ പ്രതിമാസ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളെ ബാധിച്ചേക്കാവുന്ന ഈ പുതിയ നിബന്ധനകളൊക്കെ തന്നെ ഓരോ ഉപഭോക്താവും സ്വന്തം ബാങ്കുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സന്തോഷം പകരുന്ന വാർത്തയായി ഈ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ ക്ഷാമബത്തയിൽ ഡിയർനെസ് അലവൻസ് DA അത് 3% വർധനമുണ്ടാകും. ദേശീയ ഉപഭോക്തൃ വില സൂചികയുടെ വാർഷിക ശരാശരി 419.17 നിന്ന് 428.08 ആയിട്ട് ഉയർന്നതിനെ തുടർന്നാണ് പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ DA പരിഷ്കരണം അത് നടപ്പിലാക്കുന്നത്. ഇതോടെ നിലവിലെ നിരക്കിൽ നിന്ന് 3% കൂടി വർദ്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 63% ഉയരുമെന്നാണ് വിവരം. ജൂലൈ മാസം മുതലുള്ള ഈ വർധനവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിനനുസരിച്ച് ലഭിക്കുന്ന ആനുകൂല്യത്തിലും വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് അടിസ്ഥാന ശമ്പളം 40,000 രൂപയുള്ള ഒരു കേന്ദ്ര ജീവനക്കാരന് 1,200 രൂപയും 50,000 രൂപ ശമ്പളമുള്ളയാൾക്ക് 1,500 രൂപയും 60,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് 1,800 രൂപയുമാണ് പ്രതിമാസം അധികമായിട്ട് ലഭിക്കുക. കൂടാതെ DAയുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളിലും ഇതിന് ആനുപാതികമായിട്ടുള്ള വർധനവുണ്ടാകും. അതേസമയം കേന്ദ്ര സർക്കാരിന് പുറമെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും DA 40% ഉയരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇരു സർക്കാരുകളുടെയും പരിഷ്കരണ നടപടികളും തീരുമാനങ്ങളും വ്യത്യസ്തമായതിനാൽ തന്നെ കേന്ദ്രത്തിന് സമാനമായ 3% വർധനവ് നേരിട്ട് സംസ്ഥാന ജീവനക്കാർക്ക് ലഭിച്ചേക്കില്ല. നിലവിൽ 35% DA മാത്രം ലഭിക്കുന്ന സംസ്ഥാന ജീവനക്കാർക്ക് 2026 ജനുവരി മുതലുള്ള 2% കുടിശ്ശിക ഇതുവരെ അനുവദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ 2% കൂടി ചേർത്താൽ മാത്രമേ സംസ്ഥാന ജീവനക്കാരുടെ ആകെ DA 40%-ലേക്ക് എത്തുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നെത്തിയിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ 1,000 രൂപയുടെ വർധനവ് വരുത്തി അടിസ്ഥാന പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്താനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇതിനായിട്ടുള്ള നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ വോട്ടർമാരിൽ 25%-ലധികം ആളുകൾ പെൻഷൻ വാങ്ങുന്നവരായതിനാൽ തന്നെ വരും മാസങ്ങളിൽ ഈ വർധനവ് നടപ്പിലാക്കാനാണ് മന്ത്രിസഭ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും വരുന്ന ഓണക്കാലത്ത് 4,000 രൂപ, അതായത് 2 മാസത്തെ പെൻഷൻ തുക ഒന്നിച്ചു നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഓഗസ്റ്റ് 15 ശേഷം ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയും ഓഗസ്റ്റ് 26 തിരുവോണത്തിന് മുൻപായി തന്നെ തുക എല്ലാവരുടെയും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക കൂടി മുൻകൂറായിട്ടാണ് ഓണത്തിന് നൽകുന്നതെന്നതിനാൽ തന്നെ അടുത്ത പെൻഷൻ ഗഡുവിനായിട്ട് നമ്മൾ ഒക്ടോബർ അവസാന വാരം വരെ ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം കൂടി എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട്. അതേസമയം ഉയർന്ന പെൻഷൻ തുക യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും വരുന്ന സെപ്റ്റംബർ 30 മുൻപായിട്ട് തന്നെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി 30 രൂപ ഫീസ് നൽകി നേരിട്ടോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്ക് 50 രൂപ ഫീസിൽ അക്ഷയ പ്രവൃത്തികളൊക്കെ തന്നെ വീട്ടിലെത്തുന്ന ഹോം മസ്റ്ററിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയോ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഹോം മസ്റ്ററിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ പ്രദേശത്തെ വാർഡ് മെമ്പറെ അല്ലെങ്കിൽ കൗൺസിലറെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യം മുടങ്ങിപ്പോകാതിരിക്കാൻ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു. ശനിയാഴ്ചത്തെ നിരക്കുകൾ തന്നെയാണ് ഇന്നലെ വിപണിയിൽ തുടർന്നത്. 1 പവൻ സ്വർണ്ണത്തിന് 1,05,760 രൂപ എന്ന രീതിയിലാണ് വ്യാപാരം പുരോഗമിച്ചത്. ഗ്രാം വിലയിലും മാറ്റമില്ല. 1 ഗ്രാം സ്വർണ്ണത്തിന് 13,220 രൂപ എന്ന നിലയിലാണ് ഇന്നലെ വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. ആഗോള വിപണിയിലെ ചലനങ്ങളും കറൻസി മൂല്യവുമാണ് വരും ദിവസങ്ങളിലെ വില വ്യതിയാനങ്ങൾക്ക് നിർണായകമാവുക. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.